പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കേരള യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ ബികോം വിദ്യാർത്ഥികളുടെ 2019 നടന്ന എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന പേപ്പറിന്റെ ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ഡിസ്കഷന്റെ പാർട്ട് 2-ൽ ഇന്ന് 4 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ 4 മാർക്കിന്റെ ചോദ്യങ്ങളും 15 മാർക്കിന്റെ ചോദ്യങ്ങളുമാണ് ഈ ഒരു ഡിസ്കഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഡിസ്കഷനിൽ നമ്മൾ 2 മാർക്കിന്റെ ചോദ്യങ്ങളും 1 മാർക്കിന്റെ ചോദ്യങ്ങളും പരിചയപ്പെടുകയുണ്ടായി. കേരള യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ ബികോം വിദ്യാർത്ഥികളുടെ കോമൺ പേപ്പറാണ് എൻവയോൺമെന്റൽ സ്റ്റഡീസ്. എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന പേപ്പറിന്റെ 2019 നടന്ന പൊതു പരീക്ഷയുടെ ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാം ചോദ്യം, ലിസ്റ്റ് ഔട്ട് വേരിയസ് മെത്തേഡ്സ് ഓഫ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്. 4 മാർക്കിന്റെ ചോദ്യം. സോളിഡ് വേസ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വ്യത്യസ്തമായ മെത്തേഡുകൾ ഏത് എന്നാണ് ചോദ്യം. നമുക്ക് ആദ്യം സോളിഡ് വേസ്റ്റ് എന്താണെന്ന് നോക്കാം. സോളിഡ് വേസ്റ്റ് ആർ ദോസ് വേസ്റ്റ് വിച്ച് ആർ ജനറേറ്റഡ് ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റി. മനുഷ്യന്റെ ആക്ടിവിറ്റീസ് മൂലം ജനറേറ്റ് ചെയ്യുന്ന ഖരമാലിന്യങ്ങളെ പൊതുവെ സോളിഡ് വേസ്റ്റുകൾ എന്ന് പറയുന്നു. അതിൽ കമ്പസ്റ്റബിൾ, നോൺ കമ്പസ്റ്റബിൾ, ഡീഗ്രേഡബിൾ, ബയോഡീഗ്രേഡബിൾ, നോൺ ബയോഡീഗ്രേഡബിൾ എന്ന രൂപത്തിൽ പലപ്പോഴും വ്യത്യസ്തമായ രൂപത്തിൽ സോളിഡ് വേസ്റ്റുകളെ ക്ലാസിഫൈ ചെയ്യുന്നു. അതിൽ പലപ്പോഴും ബയോളജിക്കൽ വേസ്റ്റ് ഉൾപ്പെടുന്നു, ഹസാർഡസ് വേസ്റ്റുകൾ ഉൾപ്പെടുന്നു. In solid waste management എന്താണെന്ന് നോക്കാം. Solid waste management is the process of collecting and treating solid waste. സോളിഡ് വേസ്റ്റുകളെ കൃത്യമായി കളക്ട് ചെയ്ത് അതിനെ ട്രീറ്റ് ചെയ്യുന്ന പ്രക്രിയയാണ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. സോളിഡ് വേസ്റ്റുകൾ മാനേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാമത്തെ മെത്തേഡാണ് സാനിറ്ററി ലാൻഡ്ഫിൽ. സാനിറ്ററി ലാൻഡ്ഫിൽ ഈസ് എ കോമൺ മെത്തേഡ് യൂസ്ഡ് ഫോർ സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ. സോളിഡ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് സാനിറ്ററി ലാൻഡ്ഫിൽ. ഇൻ ദിസ് മെത്തേഡ് ദ വേസ്റ്റ് ഈസ് ബറീഡ് ഇൻ പിറ്റ്. വലിയ കുഴികൾ ഉപയോഗിച്ച് വേസ്റ്റുകൾ ബെറി ചെയ്താണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് സോളിഡ് വേസ്റ്റുകൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. ദ ലാൻഡ്ഫിൽ ഈസ് കവേർഡ് ബൈ എ ലെയർ ഓഫ് സാൻഡ് ഓർ ഗ്രാവൽ. ഗ്രാവൽ അല്ലെങ്കിൽ സാൻഡ് ഉപയോഗിച്ച് ഇത്തരം ലാൻഡ് ഫില്ലുകളെ കവർ ചെയ്താണ് സോളിഡ് വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് ഇൻസിനറേഷൻ. ഇൻസിനറേഷൻ ഈസ് ദ ബേണിംഗ് ഓഫ് സോളിഡ് വേസ്റ്റ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചർ ഉപയോഗിച്ച് സോളിഡ് വേസ്റ്റുകളെ ബേൺ ചെയ്യുന്ന പ്രക്രിയയാണ് ഇൻസിനറേഷൻ. മൂന്നാമത്തെ മെത്തേഡാണ് റിക്കവറി ആൻഡ് റീസൈക്ലിംഗ്. Recycling or recovery is the process of taking useful but discarded items for next use. പുനരുപയോഗത്തിന് വേണ്ടി ഡിസ്കാർഡ് ചെയ്ത ഐറ്റങ്ങളെ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് റീസൈക്ലിംഗ് എന്ന് വിളിക്കുന്നത്. പലപ്പോഴും പ്ലാസ്റ്റിക് ബാഗുകൾ, ടിന്നുകൾ, ഗ്ലാസ് പോലെയുള്ള സോളിഡ് വേസ്റ്റുകളെ പൊതുവെ ഇത്തരം റിക്കവറി അല്ലെങ്കിൽ റീസൈക്ലിംഗ് പ്രക്രിയ ഉപയോഗിച്ച് പുതിയ പ്രോഡക്ട്സിലോട്ട് മാറ്റാറുണ്ട്. പലപ്പോഴും പേപ്പേഴ്സ് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ കഴിയാറുണ്ട്. ഇനി നാലാമത്തെ മെത്തേഡാണ് കമ്പോസ്റ്റിംഗ്. കമ്പോസ്റ്റിംഗ് ഈസ് എ ബയോളജിക്കൽ പ്രോസസ് ഇൻ വിച്ച് മൈക്രോ ഓർഗാനിസംസ് ആർ യൂസ്ഡ് ഫോർ മാനേജിങ് ഓർഗാനിക് വേസ്റ്റ്. ഓർഗാനിക് ആയ ബയോഡീഗ്രേഡബിൾ ആയ സോളിഡ് വേസ്റ്റുകളെ മാനേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് കമ്പോസ്റ്റിംഗ്. Composting produces good quality of organic manure. പലപ്പോഴും കമ്പോസ്റ്റിംഗ് ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിലുള്ള വളം നമുക്ക് കിട്ടാറുണ്ട്. പലപ്പോഴും ഇത്തരം വളം പ്ലാന്റുകൾക്കും മറ്റുള്ള ട്രീസിനും പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഏറ്റവും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ മെത്തേഡാണ് പൈറോളിസിസ്. പൈറോളിസിസ് ഈസ് എ മെത്തേഡ് ഓഫ് managing solid waste by chemically decomposing by using heat. ഹീറ്റ് ഉപയോഗിച്ച് കെമിക്കലായിട്ട്
സോളിഡ് വേസ്റ്റുകളെ ഡീകമ്പോസ് ചെയ്യുന്ന പ്രക്രിയയാണ് പൈറോളിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് യൂഷ്വലി ടേക്സ് പ്ലേസ് അണ്ടർ ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഹൈ പ്രഷറിലും ടെമ്പറേച്ചറിലാണ് പൈറോളിസിസ് എന്ന പ്രക്രിയ നടക്കുന്നത്. പൈറോളിസിസ് എന്നൊരു ടേം കഴിഞ്ഞ പൊതുപരീക്ഷയ്ക്ക് ചോദിക്കുകയുണ്ടായി. പൈറോളിസിസ് ഈസ് എ മെത്തേഡ് ഓഫ് ട്രീറ്റിംഗ് സോളിഡ് വേസ്റ്റ് ബൈ യൂസിങ് ഹൈ ടെമ്പറേച്ചർ. ഓക്സിജൻ അസാന്നിധ്യത്തിലാണ് പൈറോളിസിസ് പ്രക്രിയ നടക്കുന്നത്. രണ്ടാം ചോദ്യം, എക്സ്പ്ലെയിൻ വേരിയസ് മെത്തേഡ്സ് ഓഫ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. 4 മാർക്കിന്റെ ചോദ്യം. റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡുകളെ പൊതുവെ നമുക്ക് 2ആയി ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സർഫസ് റൺ ഓഫ് ഹാർവെസ്റ്റിംഗ് എന്നും 2 റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്നും 2ആയി ക്ലാസിഫൈ ചെയ്യാം. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഈസ് ദ കളക്ഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് റെയിൻ വാട്ടർ ഫോർ റീയൂസ്. പുനരുപയോഗത്തിന് വേണ്ടി റെയിൻ വാട്ടറിനെ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുന്ന പ്രക്രിയകളെ പൊതുവെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് വിളിക്കുന്നു. മഴവെള്ള സംഭരണികൾ ഉപയോഗിച്ചാണ് ഇത്തരം റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നടക്കുന്നത്. A rainwater harvesting system consists of 5 components. ഒരു റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സംവിധാനത്തിന് 5 ഘടകങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ കമ്പോണന്റിനെ നമ്മൾ ക്യാച്ച്മെന്റ് എന്ന് പറയും. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കളക്ട് ആൻഡ് സ്റ്റോർ റെയിൻ വാട്ടർ. റെയിൻ വാട്ടർ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സംവിധാനമാണ് ക്യാച്ച്മെന്റ്. 2 കൺവീനിയൻസ് സിസ്റ്റം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്പോർട്ട് റെയിൻ വാട്ടർ ഫ്രം ക്യാച്ച്മെന്റ് ടു റീചാർജ് സോൺ. ക്യാച്ച്മെന്റിൽ നിന്നും കളക്ട് ചെയ്യുന്ന റെയിൻ വാട്ടറിനെ റീചാർജ് സോണിലോട്ട് എത്തിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പൈപ്പുകളെയാണ് കൺവീനിയൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. 3 ഫ്ലഷ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫ്ലഷ് ഔട്ട് ദ ഫസ്റ്റ് സ്പെൽ ഓഫ് റെയിൻ. ആദ്യത്തെ മഴയിൽ ഉൾപ്പെടുന്ന ഇംപ്യൂരിറ്റീസിനെ നീക്കം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സംവിധാനമാണ് ഫ്ലഷ്. 4ാമത്തെ കമ്പോണന്റ് ആണ് ഫിൽറ്റേഴ്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫിൽറ്ററിംഗ് റെയിൻ വാട്ടർ ആൻഡ് ടു റിമൂവ് പൊല്യൂട്ടൻസ്. റെയിൻ വാട്ടറിൽ കാണുന്ന പൊല്യൂട്ടൻസ് നീക്കം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫിൽറ്റേഴ്സ് ആണ് ഫിൽറ്ററിംഗ് സംവിധാനത്തിൽ ഉൾപ്പെടുന്നത്. 5ാമത്തെ സംവിധാനമാണ് ടാങ്ക്സ് ആൻഡ് റീചാർജ് സ്ട്രക്ചർ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ഫിൽറ്റേർഡ് വാട്ടർ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ റെഡി ടു യൂസ്. ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിൽ വാട്ടറിനെ സ്റ്റോർ ചെയ്യുന്ന സംവിധാനമാണ് ടാങ്ക്സ് ആൻഡ് റീചാർജ് സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. അങ്ങനെ റെയിൻ വാട്ടറിനെ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുന്ന പ്രക്രിയയാണ് ഹാർവെസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. അതിൽ ആദ്യത്തെ മെത്തേഡാണ് സർഫസ് റൺ ഓഫ് ഹാർവെസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. പലപ്പോഴും അർബൻ ഏരിയസിൽ ഉപയോഗിക്കുന്ന ഒരു റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് മെത്തേഡാണ് സർഫസ് റൺ ഓഫ് ഹാർവെസ്റ്റിംഗ്. സർഫസ് റൺ ഓഫ് ഹാർവെസ്റ്റിംഗ് ഈസ് എ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് മെത്തേഡ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ അർബൻ ഏരിയസ്. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഒഴുകുന്ന ജലത്തെ ടാപ്പ് ചെയ്ത് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് പലപ്പോഴും സർഫസ് റൺ ഓഫ് ഹാർവെസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. കനാല് വഴി അല്ലെങ്കിൽ പൈപ്പുകൾ വഴി അല്ലെങ്കിൽ ഓടകൾ വഴി കിട്ടുന്ന റെയിൻ വാട്ടറിനെ കൃത്യമായി ടാപ്പ് ചെയ്ത് ഉപയോഗിക്കുന്ന സംവിധാനമാണ് സർഫസ് റൺ ഓഫ് ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അർബൻ ഏരിയസിലാണ് കൂടുതലായി ഇത്തരം മെത്തേഡുകൾ ഉപയോഗിക്കുന്നത്. അടുത്ത 2ാമത്തെ മെത്തേഡാണ് റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് വിളിക്കുന്നു. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഇൻ വിച്ച് ദ റെയിൻ വാട്ടർ ഈസ് കളക്റ്റഡ് ഫ്രം റൂഫ് ടോപ്പ്. റൂഫിന്റെ ടോപ്പിൽ ഏതെങ്കിലും ബിൽഡിങ്ങിന്റെ ടോപ്പിൽ പതിക്കുന്ന റെയിൻ വാട്ടറിനെ കൃത്യമായ രീതിയിൽ ഹാർവെസ്റ്റ് ചെയ്യുന്ന പ്രക്രിയ, കൃത്യമായ രീതിയിൽ കളക്ട് ചെയ്ത് അതേ ഫിൽറ്റർ ചെയ്ത് ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. പലപ്പോഴും കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയ ഒരു സംവിധാനമാണ് റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. പുതിയ ബിൽഡിംഗ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന അവസരത്തിൽ പലപ്പോഴും പഞ്ചായത്തുകൾ അല്ലെങ്കിൽ കോർപ്പറേഷനുകൾ ഇത്തരം റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സംവിധാനം ആവശ്യമായി വരുന്ന ഒരു ഘട്ടമാണ് ഇന്നത്തത്. So, rooftop rainwater harvesting is a method of collecting and storing rainwater through rooftop. ബിൽഡിംഗ്സിനെ റൂഫ് ടോപ്പ് ഉപയോഗിച്ച് റെയിൻ വാട്ടർ കളക്ട് ചെയ്യുന്ന സംവിധാനമാണ് റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. 3ാമത്തെ ചോദ്യം, റൈറ്റ് ആൻ എസ്സേ ഓൺ വേരിയസ് ത്രെഡ്സ് ടു ബയോഡൈവേഴ്സിറ്റി. 15 മാർക്കിന്റെ ചോദ്യം.
വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു എസ്സെയാണ്. രണ്ടാമത്തെ ചാപ്റ്റർ ഉൾപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ബയോഡൈവേഴ്സിറ്റി ഫേസ് ചെയ്യുന്ന ത്രെട്ടുകൾ അല്ലെങ്കിൽ ഭീഷണികൾ. നമുക്ക് ആദ്യം ബയോഡൈവേഴ്സിറ്റി എന്താന്ന് നോക്കാം. ദ വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഫൗണ്ട് ഇൻ ആൻ എക്കോസിസ്റ്റം ഈസ് കോൾഡ് ബയോഡൈവേഴ്സിറ്റി. ഒരു ആവാസ വ്യവസ്ഥയിൽ കാണപ്പെടുന്ന വ്യത്യസ്തമായ ജീവജാലങ്ങളുടെ കളക്ഷൻ, ആ ഒരു കളക്ഷനെയാണ് ഡൈവേഴ്സിറ്റിയാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ബയോഡൈവേഴ്സിറ്റി ഈസ് അണ്ടർ സീരിയസ് ത്രെഡ്സ് ആസ് എ റിസൾട്ട് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റി. മനുഷ്യന്റെ കടന്നുകയറ്റം മൂലം പലപ്പോഴും ബയോഡൈവേഴ്സിറ്റി വ്യത്യസ്തമായ ത്രെട്ടുകൾ ഫേസ് ചെയ്യുന്നു. അതിൽ ഗ്ലോബൽ വാർമിംഗ് ഉൾപ്പെടുന്നു, ക്ലൈമറ്റ് ചേഞ്ച് ഉൾപ്പെടുന്നു, റിസോഴ്സുകളുടെ യൂട്ടിലൈസേഷൻ ഉൾപ്പെടുന്നു, ഏലിയൻ സ്പീഷീസിന്റെ ഒരു ആക്രമണം ഉൾപ്പെടുന്നു, നാച്ചുറൽ റിസോഴ്സസിന്റെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഉൾപ്പെടുന്നു, എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ ഉൾപ്പെടുന്നു. സോ ബയോഡൈവേഴ്സിറ്റി ഈസ് അണ്ടർ സീരിയസ് ത്രെഡ്സ് ഫ്രം ഹ്യൂമൻ ആക്ടിവിറ്റി. ഹ്യൂമൻ ആക്ടിവിറ്റി മൂലം ബയോഡൈവേഴ്സിറ്റി വ്യത്യസ്തമായ ത്രെട്ടുകൾ ഫേസ് ചെയ്യും. അതിൽ ത്രെട്ടുകളുടെ പ്രധാന കോസ് എന്ന് പറയുന്നത് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ അല്ലെങ്കിൽ അർബനൈസേഷൻ ആണ്. 2, ക്ലൈമറ്റ് ചേഞ്ച്, ക്ലൈമറ്റിൽ ഉണ്ടാവുന്ന കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നു. 3, ഗ്ലോബൽ വാർമിംഗ്. 4, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, നാച്ചുറൽ റിസോഴ്സുകളുടെ ഒരു ഉപയോഗം. 5, എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ. ഈ ഒരു 5 പ്രധാന കോസുകൾ മൂലം പലപ്പോഴും ബയോഡൈവേഴ്സിറ്റിക്ക് വ്യത്യസ്തമായ നാശങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു നാശത്തിന്റെ വക്കിലാണ് മിക്ക ബയോഡൈവേഴ്സിറ്റി. നമുക്ക് പൊതുവെ ബയോഡൈവേഴ്സിറ്റി നമുക്ക് 2ആയി ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ടെറസ്ട്രിയൽ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ലാൻഡിൽ കാണുന്ന ബയോഡൈവേഴ്സിറ്റി, അതുപോലെ അക്വാട്ടിക് സിസ്റ്റത്തിൽ കാണുന്ന ബയോഡൈവേഴ്സിറ്റി. ഇനി ബയോഡൈവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട ത്രെട്ടുകൾ നോക്കിയാൽ അതിനകത്ത് വരുന്ന ആദ്യത്തെ ഒരു ത്രെട്ടാണ് ഹാബിറ്റാറ്റ് ഫ്രാഗ്മെന്റേഷൻ. ഹാബിറ്റാറ്റ് ഫ്രാഗ്മെന്റേഷൻ ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ഹാബിറ്റാറ്റ് ഏരിയ ഈസ് സെപ്പറേറ്റ്. ഒരു വലിയൊരു ആവാസ വ്യവസ്ഥ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രക്രിയയാണ് ഹാബിറ്റാറ്റ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ്, റോഡ്സ്, കനാൽസ് എക്സെട്ര. നമ്മുടെയൊക്കെ നാട്ടിൽ വലിയ പ്രോജക്റ്റുകൾ വരുമ്പോൾ പലപ്പോഴും റോഡുകളുടെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് പലപ്പോഴും വനഭൂമി ഉപയോഗിച്ചായിരിക്കും. അത്തരം വനഭൂമിയിലൂടെ പ്രധാനപ്പെട്ട റോഡുകൾ പോകുന്ന അവസരത്തിൽ വനഭൂമി 2 സെപ്പറേറ്റ് ഏരിയ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രക്രിയയാണ് ഹാബിറ്റാറ്റ് ഫ്രാഗ്മെന്റേഷൻ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ പ്രധാന ത്രെട്ട് എന്ന് പറയുന്നത് ഹാബിറ്റാറ്റ് ഡീഗ്രഡേഷൻ ആണ്. ദിസ് ഓക്കർ ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ഹ്യൂമൻ പോപ്പുലേഷൻ ആൻഡ് അതർ ആക്ടിവിറ്റീസ്. അർബനൈസേഷന് ഫലമായി ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ഉണ്ടാകുന്നു, അതിന്റെ ഫലമായി ഹാബിറ്റാറ്റ് ഡീഗ്രഡേഷൻ ഉണ്ടാകുന്നു. പലപ്പോഴും വനഭൂമി മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നു, അതിനെയാണ് ഹാബിറ്റാറ്റ് ഡീഗ്രഡേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി മൂന്നാമത്തെ ത്രെട്ടാണ് ജനറ്റിക് അസിമിലേഷൻ. ഇറ്റ് ഈസ് എ ത്രെട്ട് ടു എൻഡേഞ്ചേർഡ് ആൻഡ് റെയർ സ്പീഷീസ്. പലപ്പോഴും മറ്റുള്ള ഏലിയൻ സ്പീഷീസിന്റെ ഒരു ഉപയോഗം, പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മത്സ്യങ്ങൾ ഉപയോഗിക്കുന്നു, മത്സ്യങ്ങളെ വളർത്തുന്നു. പലപ്പോഴും ഇത്തരം മത്സ്യങ്ങൾ നമ്മുടെ വാട്ടർ സ്ട്രീമിൽ എത്തുന്നു. അവിടെ സാധാരണഗതിയിൽ കാണുന്ന മത്സ്യങ്ങളുമായിട്ട് ക്രോസ് ബ്രീഡ് ചെയ്തു ജനറ്റിക് അസിമിലേഷൻ സംഭവിക്കുന്നു. അതും ബയോഡൈവേഴ്സിറ്റി ഫേസ് ചെയ്യുന്ന ഒരു ത്രെട്ടാണ്. ഇനിയും അവസാനത്തെ ഒരു ത്രെട്ടാണ് ഹാബിറ്റാറ്റ് ഡീഗ്രഡേഷൻ. ഹാബിറ്റാറ്റ് ഡീഗ്രഡേഷൻ ഈസ് മെയിൻലി ഡ്യൂ ടു പൊല്യൂഷൻ. പൊല്യൂഷൻ എന്ന് പറയുന്ന പ്രോബ്ലം നയിക്കുന്ന ഒരു ത്രെട്ടാണ് ഹാബിറ്റാറ്റ് ഡീഗ്രഡേഷൻ. ഇനി നമുക്ക് ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ എന്താണെന്ന് വിശദമായി നോക്കാം. ഹാബിറ്റാറ്റ് ലോസ് ഒക്കേഴ്സ് വെൻ നാച്ചുറൽ എൻവയോൺമെന്റ്സ് ആർ ട്രാൻസ്ഫോംഡ് ഓർ മോഡിഫൈഡ് ഫോർ ഹ്യൂമൻ നീഡ്സ്. മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി നാച്ചുറൽ എൻവയോൺമെന്റ്സ് ട്രാൻസ്ഫോം ചെയ്യുന്നു അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്ന പ്രക്രിയയാണ് ഹാബിറ്റാറ്റ് ലോസ് എന്ന് പറയുന്നത്. സോ ഹാബിറ്റാറ്റ് ലോസ് ഒക്കേഴ്സ് വെൻ നാച്ചുറൽ എൻവയോൺമെന്റ്സ് ആർ ട്രാൻസ്ഫോംഡ് ഓർ മോഡിഫൈഡ് ഫോർ ഹ്യൂമൻ ആക്ടിവിറ്റി. പലപ്പോഴും ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ റോഡുകളുടെ കൺസ്ട്രക്ഷന് വേണ്ടി നാച്ചുറൽ എൻവയോൺമെന്റ്സ് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്ന
പ്രശ്നമാണ് ഹാബിറ്റാറ്റ് ലോസ് എന്ന് പറയുന്നത്. ഒരു ഗ്ലോബലി ഫേസ് ചെയ്യുന്ന ഒരു ത്രെട്ടാണ്. എല്ലാ രാജ്യത്തും ഈ ഒരു രൂപത്തിലുള്ള ത്രെട്ടുകൾ പലപ്പോഴും കാണാറുണ്ട്. പലപ്പോഴും ടിമ്പറിന് വേണ്ടി ഫോറസ്റ്റ് ഉപയോഗിക്കുന്നു, ഈ രൂപത്തിലുള്ള ഒരു ത്രെട്ടാണ്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിന് വേണ്ടി ഫോറസ്റ്റ് ലാൻഡ് ഉപയോഗിക്കുന്നു. വെറ്റ് ലാൻഡ് മറ്റുള്ള പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ പലപ്പോഴും റിവേഴ്സ് കൂടുതലായി ഡെവലപ്മെന്റ് പർപ്പസിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നു. സോ ഹാബിറ്റാറ്റ് ലോസ് ഓൾസോ കോസ് ഫ്രാഗ്മെന്റേഷൻ. പലപ്പോഴും ഒരു ആവാസ വ്യവസ്ഥയിൽ രണ്ട് വ്യത്യസ്ത ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതും ഹാബിറ്റാറ്റ് ലോസിൽ ഉൾപ്പെടും. ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ ആർ ദ മെയിൻ ത്രെഡ്സ് വിച്ച് ഫേസസ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി ഫേസ് ചെയ്യുന്ന പ്രധാന ത്രെട്ടുകളിൽ ഉൾപ്പെടുന്നതാണ് ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. ഫ്രാഗ്മെന്റേഷൻ മീൻസ് സ്പ്ലിറ്റിംഗ് ആൻ എക്കോസിസ്റ്റം ഇൻടു ടു ഡിഫറെന്റ് പാർട്സ്. രണ്ട് വ്യത്യസ്തമായ ഭാഗങ്ങളായിട്ട് ഒരു ആവാസ വ്യവസ്ഥ മുറിക്കുന്ന പ്രക്രിയയാണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ടാൽ അതിനെ നമ്മൾ ഹാബിറ്റാറ്റ് ലോസ് എന്ന് പറയുന്നു. ഇനി രണ്ടാമത്തെ ത്രെട്ടാണ്, പ്രധാന ത്രെട്ടാണ് ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ച് ഈസ് കോസ്ഡ് ഡ്യൂ ടു ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ പോലെയുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ എമിഷന്റെ ഫലമായി ഉണ്ടാകുന്ന അവസ്ഥയാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് ഈസ് മെയിൻലി ഡ്യൂ ടു എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ കൂടുന്നതനുസരിച്ച് ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ക്ലൈമറ്റ് ചേഞ്ച്. കൂടുതൽ മഴ ലഭിക്കുന്നു, അല്ലെങ്കിൽ ഡ്രൗട്ട് പോലെയുള്ള പ്രക്രിയ, നമുക്ക് മഴ ലഭിക്കാതിരിക്കുന്ന സന്ദർഭം, അതിനെയാണ് ഡ്രൗട്ട് എന്ന് പറയുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് alters the climate patterns and ecosystem in which a species lives. ഒരു സ്പീഷീസ് ജീവിക്കുന്ന അല്ലെങ്കിൽ ഓരോ ഓർഗാനിസം ജീവിക്കുന്ന എക്കോസിസ്റ്റത്തിന്റെ ക്ലൈമറ്റ് പാറ്റേണുകൾ ഇത്തരം ക്ലൈമറ്റ് ചേഞ്ചുകൾ കോസ് ചെയ്യും. പലപ്പോഴും വനത്തിൽ ജലം ലഭിക്കുന്നില്ല, ജലത്തിന്റെ ദൗർലഭ്യം ഉണ്ടാവുന്നു. പലപ്പോഴും മൃഗങ്ങൾ മറ്റുള്ള വാട്ടർ ബോഡീസിനെ ആശ്രയിക്കുന്നു. പലപ്പോഴും മൃഗങ്ങൾ അവരുടെ ഒരു ആവാസ വ്യവസ്ഥയിൽ നിന്നും വേറൊരു ആവാസ വ്യവസ്ഥയിലോട്ട് മാറാൻ വേണ്ടി ഇത്തരം ക്ലൈമറ്റ് ചേഞ്ചുകൾ കോസ് ചെയ്യുന്നു. മൂന്നാമതൊരു ത്രെട്ട് എന്ന് പറയുന്നത് ഒരു രൂപത്തിലുള്ള ഒരു എക്സ്പ്ലോയിറ്റേഷൻ ആണ്, നാച്ചുറൽ റിസോഴ്സിന്റെ എക്സ്പ്ലോയിറ്റേഷൻ. വളരെ കൺട്രോൾ അല്ലാത്ത രൂപത്തിൽ നാച്ചുറൽ റിസോഴ്സുകളുടെ ഉപയോഗവും ബയോഡൈവേഴ്സിറ്റിക്ക് ത്രെട്ടുകൾ ഫേസ് ചെയ്യും, അല്ലെങ്കിൽ ത്രെട്ടുകൾ വരുത്തുന്നു. ബയോഡൈവേഴ്സിറ്റി ഈസ് റിമൂവ്ഡ് ഫാസ്റ്റർ ദാൻ ഓൾഡർ ടൈപ്സ്. പഴയതുപോലല്ല, പെട്ടെന്ന് തന്നെ ആവാസ വ്യവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ അൺസസ്റ്റൈനബിൾ യൂസ് എന്ന് പറയുന്നു. പലപ്പോഴും സ്പീഷീസിന്റെ എക്സ്റ്റൻഷൻ പോലും പലപ്പോഴും ഇത്തരം ഓവർ എക്സ്പ്ലോയിറ്റേഷൻ കാണാറുണ്ട്, അല്ലെങ്കിൽ കോസ് ചെയ്യാറുണ്ട്. ഇനി നാലാമതൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഏരിയൽ സ്പീഷീസ് ആണ്. നേരത്തെ പറഞ്ഞു ക്രോസ് ബ്രീഡിംഗ് എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നു. ഒരു പുതിയ സ്പീഷീസിനെ ഒരു എക്കോസിസ്റ്റത്തിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത്തരം സ്പീഷീസിനെ നമ്മൾ ഏലിയൻ സ്പീഷീസ് എന്ന് പറയും. സ്പീഷീസ് ഇൻട്രൊഡ്യൂസ് ടു ന്യൂ പാർട്ട് ഓഫ് ബയോസ്ഫിയർ ഫ്രം അതർ പാർട്സ് ആർ കോൾഡ് ഏലിയൻ സ്പീഷീസ്. നേരത്തെ പറഞ്ഞു ഒരു രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പ്ലാന്റുകൾ അല്ലെങ്കിൽ അനിമൽസിനെ നമുക്ക് ഏലിയൻ സ്പീഷീസ് എന്ന് വിളിക്കുന്നു. ഇത്തരം ഏലിയൻ സ്പീഷീസുകൾ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന പ്ലാന്റ്സും അനിമൽസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, ക്രോസ് ബ്രീഡിംഗ് നടക്കുന്നു. ആ ഒരു പ്രക്രിയയാണ് ജനറ്റിക് അസിമിലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ജനറ്റിക് അസിമിലേഷനും ബയോഡൈവേഴ്സിറ്റിയുടെ ലോസിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്, അല്ലെങ്കിൽ ഒരു ത്രെട്ടാണ്. These species are harmful to native biodiversity. നേറ്റീവ് സ്പീഷീസിന് ഹാംഫുൾ ആയിട്ടുള്ള സ്പീഷീസ് ആണ് ഇത്തരം ഏലിയൻ സ്പീഷീസ്. പലപ്പോഴും വളരെ അൺകൺട്രോൾഡ് ആയ രൂപത്തിൽ ഇത്തരം ഏലിയൻ സ്പീഷീസ് സ്പ്രെഡ് ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഫോറസ്റ്റുകളിൽ വളരെ വിദേശത്ത് കാണപ്പെടുന്ന പല പ്ലാന്റ്സുകളും കൂടുതലായി കാണപ്പെടുന്നു. അതും ഈ ഒരു ജനറ്റിക് അസിമിലേഷൻ എന്ന് പറയുന്ന പ്രക്രിയയുടെ ഭാഗമാണ്. നാലാമത്തെ ചോദ്യം, റൈറ്റ് എ നോട്ട് ഓൺ ക്ലീനർ ടെക്നോളജീസ്. 4 മാർക്കിന്റെ ചോദ്യം.
Clean technologies refers to avoiding environmental damage caused due to material, process and other type of waste. പൊല്യൂട്ടൻസ് അല്ലെങ്കിൽ വേസ്റ്റുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ ലഘൂകരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മാർഗമാണ് ക്ലീൻ ടെക്നോളജി എന്ന് പറയുന്നത്. ക്ലീൻ ടെക്നോളജിയെ നമ്മൾ ക്ലീനർ ടെക്നോളജി എന്ന് പറയുന്നു. പലപ്പോഴും ഇത്തരം ക്ലീൻ ടെക്നോളജി ഉപയോഗിച്ച് എൻവയോൺമെന്റൽ ഡാമേജുകൾ റെഡ്യൂസ് ചെയ്യാൻ കഴിയും. ഒരു പൊല്യൂട്ടന്റോ അല്ലെങ്കിൽ മറ്റുള്ള വേസ്റ്റുകളോ ഉണ്ടാക്കുന്ന എൻവയോൺമെന്റൽ ഡാമേജുകൾ ലഘൂകരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നോളജീസിനെ പൊതുവെ ക്ലീൻ ടെക്നോളജി എന്ന് വിളിക്കും. ക്ലീൻ ടെക്നോളജി ഈസ് ദ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് നോളജ്, മെത്തേഡ്സ് ആൻഡ് പ്രോസസ് വിച്ച് ആർ നീഡ്സ് ടു റെഡ്യൂസ് എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ. എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മാർഗങ്ങളെയാണ് ക്ലീൻ ടെക്നോളജി എന്ന് പറയുന്നത്. ഇനി ക്ലീൻ ടെക്നോളജിയുടെ ഒബ്ജക്റ്റീവ്സ് നോക്കിയാൽ, ടു എൻഹാൻസ് ക്വാളിറ്റി ഓഫ് ലൈഫ്, ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്നു. പ്രൊവൈഡ്സ് ലോക്കൽ എംപ്ലോയ്മെന്റ്, ലോക്കലായ പീപ്പിൾസിന് ഇത്തരം എംപ്ലോയ്മെന്റ് അവസരങ്ങൾ ഉണ്ടാകുന്നു. ക്ലീൻ ടെക്നോളജീസ് ഉപയോഗിച്ച് പുതിയ രീതിയിലുള്ള ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. റെഡ്യൂസസ് ലെവൽസ് ഓഫ് പൊല്യൂഷൻ, വേസ്റ്റ് ജനറേഷനും പൊല്യൂഷനും റെഡ്യൂസ് ചെയ്യുന്നു. ഹെൽപ്സ് ടു യൂസ് റോ മെറ്റീരിയൽസ്, റോ മെറ്റീരിയലിന്റെ ഉപയോഗം ഹെൽപ്പ് ചെയ്യുന്നു. ഹെൽപ്സ് ടു യൂസ് എനർജി എഫിഷ്യന്റ് ആയ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഹെൽപ്സ് ടു പ്രൊട്ടക്ട് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നു. ഹെൽപ്സ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് എൻവയോൺമെന്റ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു. അങ്ങനെ വേസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ ഇത്തരം വേസ്റ്റുകൾ ചെലുത്തുന്ന പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നോളജീസിനെ പൊതുവെ ക്ലീൻ ടെക്നോളജി എന്ന് പറയുന്നു. പ്രധാനമായും ക്വാളിറ്റി ഓഫ് എൻവയോൺമെന്റ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് പലപ്പോഴും ഇത്തരം ക്ലീൻ ടെക്നോളജി ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ആയി പോസ്റ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.